ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 4, ശ്ലോകം 3. താരം അന്തരൻ അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാത് അധ അപഹൃത്യ ആസ്മഹേ ഭവദുപാസനോന്മുഖാഃ. താരം, ഓങ്കാരമാകുന്ന താരമന്ത്രം. അന്തരൻ, മനസ്സിനുള്ളിൽ. അനുചിന്യ, ഏകാഗ്രതയോടെ ധ്യാനിച്ചുകൊണ്ട്. സന്തതം, എപ്പോഴും. പ്രാണവായും, ശ്വാസവായുവിനെ കുറിക്കുന്നത്. അഭിയമ്യ, നിയന്ത്രിച്ചുകൊണ്ട്. നിർമ്മലാഹ, കാമ ക്രോധ ദോഷങ്ങളെ അകന്ന് മനസ്സ് പൂർണമായും പാവനമായി തീരുന്നത്. ഇന്ദ്രിയാണി, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. വിഷയാദ്, വിഷയങ്ങളിൽ നിന്ന്. അധ, അവയെ. അപഹൃത്യ, പിന്തിരിപ്പിച്ചുകൊണ്ട്. ആസ്മഹേ, ഇരുന്നു കൊള്ളാം. ഭവത്, ഭഗവാന്റെ. ഉപാസന, ഭജിച്ച്. ഉന്മുഖാഹ, സന്നദ്ധരായിട്ടുള്ളത്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖാഃ. ഭഗവാന്റെ ഓങ്കാരമാകുന്ന ആ താരമന്ത്രത്തെ മനസ്സിനുള്ളിൽ ഏകാഗ്രതയോടെ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ഒരു ഭക്തൻ ഇരുന്നു കൊള്ളുകയാണെങ്കിൽ ആ ശ്വാസവായുവിനെ നിയന്ത്രിച്ചു കൊള്ളുവാൻ സാധിക്കുന്നതാണ്. അതുമാത്രവുമല്ല, കാമത്തെയും ക്രോധത്തെയും ദോഷത്തെയും അകറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനെ പൂർണമായും പവിത്രതമായി തീർക്കുവാൻ സാധിക്കും. അതുമാത്രവുമല്ല, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും വളരെയധികം നിയന്ത്രിക്കുവാനും സാധിക്കും. ഭഗവാന്റെ വിഷയത്തിൽ മാത്രം ഏകാഗ്രതയോടെ ഇരിക്കുന്ന ആ ഒരു ഭക്തന് വേറെ ചിന്തകളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു ഭഗവാന്റെ സ്മരണ മാത്രം മനസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഭഗവാനെ ഭജിച്ചുകൊണ്ട് സന്നദ്ധരായി ഇരുന്നു കൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിന്റെ സാരാംശം. താങ്ക് യു.